22 ദിവസം കഴിയട്ടെ, സാറിനെ സുഖിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ. രക്തം കൊണ്ട് എഴുതിയ കണക്ക് തീർക്കാനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ സന്ദീപിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ സംഘത്തിൽപ്പെട്ട പോലീസുകാരനായ സന്ദീപ് എന്നിവർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. UDF ഭരണത്തിലെത്തുമെന്നും ഇവർക്കെല്ലാം കൊടുക്കേണ്ടത് കൊടുക്കുമെന്നാണ് അരുൺ രാജേന്ദ്രന്റെ പോസ്റ്റ്. സാറേ, സുഖമാണല്ലോ അല്ലേ? സുഖിക്കാൻ പോകുന്നതേ ഉള്ളൂ. 22 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, സുഖിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ സാറന്മാരെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തലയും കണ്ണും മൂക്കും അടിച്ചു പൊട്ടിക്കാൻ നേതൃത്വം കൊടുത്തവരൊക്കെ തൊഴിലുറപ്പ് കാർഡൊരെണ്ണം എടുത്തു വെച്ചു. ഞങ്ങളെല്ലാം മറന്നെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ മരിച്ചെന്ന് ഉറപ്പ് വരുത്തണം. ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ രക്തം കൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന കണക്കുകൾ ഒരുപാടുണ്ട്. ആ കണക്കുകളൊക്കെ നമുക്ക് തീർക്കണ്ടേ സാറേ എന്ന് അരുൺ രാജേന്ദ്രൻ മർദ്ദന ദൃശ്യം ഉൾപ്പെടെ പങ്കുവച്ച ഫേസ്ബുക്കിൽ കുറിച്ചു. നേതാക്കളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന് കവചമൊരുക്കാനുള്ള തീവ്ര ശ്രമം അന്ന് നടന്നിരുന്നു. വഴിതടയാൻ ശ്രമിച്ച നേതാക്കളെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ചതിനെ രക്ഷാപ്രവർത്തനമെന്നാണ് മുഖ്യമന്ത്രി മുൻപ് വിശേഷിപ്പിച്ചത്. മർദ്ദനത്തിന് തെളിവില്ലെന്നും മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായപ്പോൾ ഗൺമാനും സംഘവും ഇടപെട്ടതാണെന്നും കാട്ടിയാണ് 2024 ക്രൈംബ്രാഞ്ച് ഇവർക്ക് ആദ്യം ക്ലീൻ ചിറ്റ് നൽകിയത്. ഈ റിപ്പോർട്ട് തള്ളിയ കോടതി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചു തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ മുൻപ് റിപ്പോർട്ട് നൽകിയ അതേ ഉദ്യോഗസ്ഥന് തന്നെയായിരുന്നു രണ്ടാമതും അന്വേഷണ ചുമതല നൽകിയത്. 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നവകേരള ബസ്സിന് സമീപം പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന ഗൺമാനും സുരക്ഷാ ജീവനക്കാരനും ചേർന്ന് മർദ്ദിച്ചെന്നാണ് കേസ്. കേസിൽ അന്വേഷണം നേരിടുന്നതിനിടെ ഗൺമാൻ അനിൽകുമാറിന് സ്ഥാനക്കയറ്റം നൽകി പോലീസിന്റെ ഉത്തരവ് വന്നിരുന്നു. ആംഡ് റിസർവ് SI ആയ അനിൽകുമാർ അടക്കം 20 പേർക്ക് റിസർവ് ഇൻസ്പെക്ടറായാണ് സ്ഥാനക്കയറ്റം നൽകിയത്.